അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലം ആയതുകൊണ്ട് വീണ്ടും നമ്മളൊരു ജ്യൂസുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കറുത്ത മുന്തിരിയാണ്. അപ്പോൾ അത് വെച്ച് മുന്തിരിയും നാരങ്ങയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു ജ്യൂസ്, അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റാൻ പറ്റിയൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നോമ്പ് കാലത്തെ നോമ്പ് കഴിഞ്ഞ് നമുക്കൊരു ആ പകലത്തെ ആ ക്ഷീണം മാറ്റാനൊക്കെ ഉപകരിക്കുന്ന നല്ല അടിപൊളി ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയുന്നില്ല. നമ്മൾ നമ്മുടെ ഇതിപ്പം ഏകദേശം ഒരു 250 ഗ്രാം മുന്തിരിങ്ങ എടുത്ത് ഇത് നമ്മുടെ കുരുവില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. നോക്കിയേ, അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. നാരങ്ങ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, നാരങ്ങയല്ല, നമ്മുടെ മുന്തിരിങ്ങ തെറ്റിപ്പോയി. ഇനി നമ്മൾ ഇടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിന്റ് ലീഫ്, അതായത് നമ്മുടെ പുതിനയില. നാരങ്ങ മതി, ഒരു 4-5 ഇല, അത്യാവശ്യം വലിയ ഇല, അതുകൊണ്ട് നമുക്കത് മതി. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചി നമ്മൾ ചെറിയ 2 കഷ്ണം നമ്മൾ എടുത്തിരിക്കുന്നത്, അത് പിന്നെ ഒരു 3 ഏലക്ക, 3 എടുത്ത്, ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ വലുതാണെങ്കിൽ. പിന്നെ നമ്മുടെ കറുവപ്പട്ട ഇത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. അതെ, നാരങ്ങ അവസാനം ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ ഒരു പകുതി നമ്മളിപ്പം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പകുതി ഇരിപ്പുണ്ട്, അത് നമുക്ക് അവസാനം. നമ്മളിപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. ഇത് മുന്തിരിങ്ങയുടെ നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ മധുരം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാര്യം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ സംഭവമായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന ഈ ജ്യൂസിൻ്റെ യാതൊരു ഗുണവും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മധുരം ഉപയോഗിക്കാത്തത്. പിന്നെ ഓപ്ഷനാണ്, ഉപയോഗിക്കാം. പുളിയുള്ള മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ഉപയോഗിക്കാം. ഇതിപ്പോൾ നല്ല മധുരമുള്ള മുന്തിരിക്കയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേ നമ്മൾ മുന്തിരിയൊക്കെ നമ്മളുടെ മിക്സിയിൽ അടിച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചൊക്കെ എടുത്ത് നമ്മൾ ഒന്ന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തായിരുന്നു. കാര്യം നല്ല കൊഴുപ്പാണ് സാധനത്തിന്. അപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, പക്ഷെ നമ്മൾ മധുരം ചേർത്തിട്ടില്ല, ഉപ്പില്ല, ഒന്നും സാധനം ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ. അപ്പം നമുക്കിത് നാച്ചുറൽ ടേസ്റ്റ്, അടിപൊളി. ഇനി നമുക്ക് ഒരു കലാപരിപാടികളുണ്ട്. നമുക്ക് ഒരു ശക്കലം നാരങ്ങയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു മേമ്പൊടി, അടിപൊളി, മതി, ഇത്ര മതി. ഇപ്പോഴത്തെ നാരങ്ങയ്ക്കൊന്നും നീരൊന്നുമില്ല, ഭയങ്കര ഉണക്കം. അതന്നെ ഭയങ്കര വിലയായി ഇപ്പം നാരങ്ങയ്ക്കൊക്കെ. ഒരു നാരങ്ങ വേണമെങ്കിൽ 10 രൂപ 15 രൂപ കൊടുക്കണം. ഇപ്പം നമ്മൾ കൊണ്ടല്ലോ സാറിന് നമ്മൾ ഐസിൻ്റെ അകത്ത് തന്നെ. അപ്പം നമ്മളിത് ഒരു ഐസ് ട്യൂബ് അതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ പുതിനയില അതും കൂടെ നമുക്ക് ഇട്ടിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി, നല്ല വെയിറ്റ് ഉണ്ട് സാധനം. അപ്പം ഇനി നമുക്കിതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് കുടിക്കൂ. സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. ഫിൽട്ടർ നല്ല സൂപ്പർ ടേസ്റ്റ്. നാച്ചുറൽ ആയിട്ട് ആ ഒരു മധുരം മാത്രമേ, നമ്മുടെ ആ ഏലക്ക, ചെറിയ പുളി, ഏലക്കായുടെ ടേസ്റ്റ്, പട്ട, കറുവപ്പട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞത് പഞ്ചസാര ഉപ്പ് ഇടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ തന്നെ ഒരു ഉണർവ് കിട്ടും. ഉണർവ് തന്നെയല്ല, അതിന്റെ നാച്ചുറൽ ടേസ്റ്റ് ഉണ്ടല്ലോ, എന്താ പറയുക, പറ്റിയതാ, കുഴപ്പമില്ല. അപ്പോഴേ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റ്. ആ നാരങ്ങ കുറച്ചുകൂടെ നാരങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയ ഇത് കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ആ ക്ഷീണം മാറാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ്. ധൈര്യമായിട്ട് എല്ലാവരും ഉണ്ടായിരിക്കും. പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല സൂപ്പർ. മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൽക്കണ്ടോ അല്ലെങ്കിൽ മറ്റേ തേനോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. കാര്യം പഞ്ചസാര അറിയാമല്ലോ എല്ലാവർക്കും അതിനെ പറ്റി, ഏറ്റവും നല്ലത്. അപ്പം അതേ നീട്ടുന്നില്ല. അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം അതെ, എപ്പോഴും പറയുന്നത് നമ്മുടെ ചാനലൊക്കെ മറ്റല്ലേ സബ്സ്ക്രൈബും ലൈക്കും സംഭവമൊക്കെ ഒന്ന് ചെയ്ത് എന്നിട്ട്
അപ്പോൾ നമുക്ക് നാളെ വേറൊരു വെറൈറ്റി സാധനമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.